ആലപ്പുഴയ്ക്ക് പിന്നാലെ തിരുവനന്തപുരത്തും CPM പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വന്നിരിക്കുകയാണ്. മംഗലാപുരം ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള മധു മുല്ലശ്ശേരി ഇന്ന് ഉച്ചയ്ക്കാണ് പാർട്ടി അതായത് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വങ്ങൾക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ ഏരിയയിൽ പ്രവർത്തിക്കുന്ന മറ്റ് BJP പ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. താങ്കൾ നേരത്തെ ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, ഇപ്പോൾ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇന്ന് ഉച്ചയോട് കൂടിയാണ് തീരുമാനമെടുക്കുന്നത്. നേരത്തെ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വിഭാഗീയത അല്ലെങ്കിൽ ഈ ജില്ലാ നേതൃത്വത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആലോചനയുടെ പുറത്താണോ ഈ ഒരു തീരുമാനമെടുത്തത്? അല്ല, ഞാൻ ഏതാണ്ട് ഒരു വർഷക്കാലമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുന്നുണ്ട്. വലിയ വിഭാഗീയ പ്രവർത്തനമാണ് ഈ ഏരിയ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 8 വർഷക്കാലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. 6 വർഷം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയായി. മംഗലാപുരത്ത് പുതിയതായി രൂപീകരിച്ച പാർട്ടി ഏരിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിട്ട് 6 വർഷക്കാലമായി. നല്ല പ്രവർത്തനമാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് നടത്താനായിട്ട് കഴിഞ്ഞു. വലിയ ആശങ്കയുണ്ടായിരുന്നു പാർട്ടി ഏരിയ സെക്രട്ടറിയായി എന്നെ അവർ വയ്ക്കുമ്പോൾ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഏരിയ കമ്മിറ്റി തന്നെ മൊത്തത്തിൽ ചലിപ്പിക്കുന്ന ഒരു സമീപനം. ഏരിയയിലെ 5 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ഇന്ന് CPM ആണ്. ഏരിയയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് നേതൃത്വം നൽകുന്നത് CPM ആണ്. ഏരിയയിൽ വരുന്ന 3 ജില്ലാ പഞ്ചായത്തുകൾ ഇന്ന് CPM-ൻ്റെതിലാണ്. അങ്ങനെ MLA-മാർ CPM-ൻ്റെതാണ്. അങ്ങനെ വലിയ നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരു പാർട്ടി സെക്രട്ടറിയാണ് നാം. എന്നാൽ ജോയി സെക്രട്ടറിയായി വന്നതിന് ശേഷം വലിയ വിഭാഗീയ പ്രവർത്തനമാണ് നടത്തി ഈ ഏരിയ കമ്മിറ്റിയെ ഇങ്ങനെ ആക്കി തീർത്തതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. മംഗലാപുരം ഏരിയയെ സംബന്ധിച്ചിടത്തോളം പല ഇടങ്ങളിലും ഇത്തരത്തിൽ ജോയിക്കെതിരെ അല്ലെങ്കിൽ ജോയി എന്ന ജില്ലാ നേതാവിനെതിരെ ഉയർന്നിട്ടുണ്ട്. താങ്കൾ ഒരു പക്ഷേ കടകംപള്ളി പക്ഷമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് താങ്കൾക്കെതിരെ നേരത്തെ തന്നെ ജോയി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പുറത്താക്കാനുള്ള നടപടികളൊക്കെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ആയിക്കൂടാന്നില്ല. എന്നെ ഒരു കടകംപള്ളി പക്ഷക്കാരനായിട്ട് കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് അതിന് കാരണം കണ്ടെത്തിയതാണോ എന്നെനിക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 8 കൊല്ലം ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു വിഭാഗീയതയും കടന്നുകൂടാതെ പ്രവർത്തിച്ച ഒരു കമ്മിറ്റിയാണ് ഏതാണ്ട് 6 വർഷക്കാലമായി മംഗലാപുരം ഏരിയ കമ്മിറ്റി. ഇവിടെ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത്. ഏരിയ കമ്മിറ്റി കൂടാനായിട്ട് പറ്റുന്നില്ല. ഏരിയ കമ്മിറ്റിയിൽ വിഭാഗീയത ഉണ്ടാക്കി കമ്മിറ്റി കൂടാൻ പറ്റാത്ത പരുവത്തിൽ ആക്കിക്കളയാണ്. എന്തിനാ അങ്ങനെ ആക്കുന്നത്? ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ഏരിയ കമ്മിറ്റി ഇല്ല. ഏരിയ കമ്മിറ്റി ഇപ്പോൾ മാറ്റി അഴൂർ ജില്ലാ സെക്രട്ടറിയിലെ വീട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതാണ് ഈ അഴൂർ ഉൾപ്പെടെയുള്ള ലോക്കൽ കമ്മിറ്റികളൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പാർട്ടിയിലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ലോക്കൽ കമ്മിറ്റികളൊക്കെ പിരിഞ്ഞു പോകുമ്പോഴും ആ പാർട്ടിയിൽ ഇടപെടാതെ അല്ലെങ്കിൽ ജില്ലയിൽ ഇടപെടാതെ കേവലം നേതാക്കളിൽ മാത്രം ചുരുങ്ങിക്കൊണ്ടുള്ള നിലപാട് ജോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റും. ഉണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് മുഖ്യ കാരണം. ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥിയാവുന്നത് എന്തിനാ? സ്ഥാനാർത്ഥിയാവുന്നത് ജയിക്കാൻ വേണ്ടി. തോറ്റാൽ വിഷമം വരും. പക്ഷേ ജോയി തോൽക്കാൻ വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽക്കാൻ വേണ്ടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ജോയി. സാധാരണ സ്ഥാനാർത്ഥികൾ തോറ്റാൽ അവർക്ക് വിഷമമുണ്ടാവും. ഇവിടുത്തെ സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ജോയി തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. കേവലം 860 വോട്ടിന് വേണ്ടി തോക്കുമ്പോൾ ജോയിയുടെ സ്വന്തം വാർഡിൽ BJP ലീഡ് ചെയ്തത്. ജോയിയുടെ സ്വന്തം വാർഡിൽ BJP ലീഡ് ചെയ്തത്. ജോയി ജയിക്കാനല്ല മത്സരിച്ചത്. മത്സരിച്ചിരുന്നെങ്കിൽ ജോയിക്ക് ജയിക്കാമായിരുന്നു. ജയിക്കാനല്ല മത്സരിച്ചത്. ജോയിക്ക് എപ്പോഴും അധികാരം വേണം. ഇപ്പം അധികാരം നേടുന്നതിന് വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാവാൻ നിൽക്കുകയാണ്. എപ്പോഴും അധികാരം വേണം. ഒന്നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിരിക്കണം, അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറായിരിക്കണം, അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കണം. അങ്ങനെ അന്ന് തൊട്ട് പാർട്ടിയെ ഉപയോഗിച്ച് അധികാരം കൈയാളിയ ഒരാളാണ്
ബി ജോയി. അഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തെ ഉള്ള തീരുമാനമാണ് അധികാരം വേണമെന്നുള്ള. അത് കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പലരെയും സ്വാധീനിച്ച് പല ഘടകങ്ങൾ ഉപയോഗിച്ച് ജില്ലാ സെക്രട്ടറിയായി. അതിനുശേഷമാണ് പാർട്ടി നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അഴൂർ ജോയിയുടെ വീട്ടിലാണെന്ന് പറയാൻ പറ്റും. ആഫീസ് അഴൂർ ജോയിയുടെ വീട്ടിലാണ്. അത്തരത്തിലാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വളരെ നേരത്തെ തുറന്ന് ഈ വിവരങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ ഞാൻ ജോയിയുടെ തുറന്ന് സംസാരിച്ചതാണ്. സംസ്ഥാന നേതാക്കളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ജോയിക്കെതിരെ ബുദ്ധിമുട്ടുണ്ടെന്ന് സംസ്ഥാന നേതാക്കളോട് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവർ ഇത് നിസ്സാരമായി കണ്ടു എന്നുള്ള അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ സംഭവിച്ച പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് മംഗലാപുരം സമ്മേളനത്തിൽ സംഭവിച്ചത്. ഈ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? എല്ലാവരും വിളിച്ചിരുന്നു. സംസ്ഥാന നേതാക്കൾ വിളിച്ചിരുന്നു, മറ്റുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കൾ വിളിച്ചിരുന്നു, എല്ലാവരും വിളിച്ചിരുന്നു. ഒരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും ഇനി CPM ജില്ലാ സെക്രട്ടറിയായി ജോയി പ്രവർത്തിക്കുന്നിടത്തോളം കാലം CPM-ലില്ല എന്നുള്ളൊരു തീരുമാനമില്ല. CPM-ന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. എങ്ങോട്ടേലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് 2 ദിവസത്തിനകത്ത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ ജലീൽ പുതിയ ഏരിയ സെക്രട്ടറി വന്നിട്ടുണ്ട്, അതിനെതിരെ എന്തെങ്കിലും അല്ലെങ്കിൽ അതെല്ലാം ഇനി പാർട്ടിയുടെ കാര്യങ്ങൾ. അന്ന് നമുക്ക് ഇനി പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം പാർട്ടി നടത്തേണ്ട കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നടക്കട്ടെ. നമ്മൾക്ക് ഇനി അത് ജലീൽ നല്ലതെന്നോ ജലീലിൻ്റെ പ്രവർത്തനങ്ങൾ ഇതാണെന്നോ എന്നോ നമ്മൾ ഇനി പറയാനായിട്ട് ഞാനങ്ങനെ പറയുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് മധു മുല്ലശ്ശേരി. 1982 ബ്രാഞ്ച് സെക്രട്ടറി ആയതാണ്. 1982 വർഷം എത്രയായി? ഏതാണ്ട് 40-41 വർഷമായി. ബ്രാഞ്ച് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായി, പാർട്ടി ലോക്കൽ സെക്രട്ടറിയായി, 8 കൊല്ലം ലോക്കൽ സെക്രട്ടറിയായി, 6 കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറിയായി, 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻ്റായി. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ ലഭിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരുപാട് നേതൃസ്ഥാനത്തിരുന്ന ആളാണ്. ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വന്നു. ജോയി ഏകാധിപതിയാണോ അല്ലെങ്കിൽ ജോയിയുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണോ? അങ്ങനെയാണ്. ജോയി ഏകാധിപതിയാണ്. ജോയി ഒരു സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഒരാളല്ല. ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയോ എന്ന് എനിക്കറിയില്ല, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നില്ല. സംഘടനാപരമായ ഒരു കാര്യം അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ പലരെയും സ്വാധീനിച്ച് ഈ പറഞ്ഞ കണക്ക് പ്രക്കല സ്ഥാനാർത്ഥിയായി. അത് കഴിഞ്ഞ് പലരെയും സ്വാധീനിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്നു. അത് കഴിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നൊരു സഖാവാണ് ജോയി. ഒന്നും സംഘടനാപരമായല്ല. ആ ജോയിയാണ് ഇന്ന് ബാക്കിയുള്ളവരെ സംഘടന പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. ഈ ജില്ലയിൽ എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ആലപ്പുഴയിലായാലും വിഭാഗീയ നടക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാന ഘടകം നേരത്തെ തന്നെ ഇത് അറിയുകയും അല്ലെങ്കിൽ അതിനെതിരെ തടയിടാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇടപെടൽ എന്നിലുണ്ടായിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പല ഘട്ടത്തിലും നേതൃത്വത്തെ ഘട്ടങ്ങളിൽ പറയുമ്പോഴും അതിലൊരു തടയിടാനുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ CPM-നെ സംബന്ധിച്ചോളം പാർട്ടി സെക്രട്ടറിമാരാണ് ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത്. അതിന് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറി വരെ ഉള്ളവർ സെക്രട്ടറിമാർക്കാണ് അതിൻ്റെ നേതൃത്വപരമായ കാര്യങ്ങൾ നടത്താനായിട്ടുള്ളത്. അപ്പോൾ ജോയി ഓട്ടോമാറ്റിക്കൽ സെക്രട്ടറി ആയപ്പോൾ ജോയിയുടെ കയ്യിലായി പാർട്ടി. അത് അങ്ങനെ ഒരു രീതിയാണ് നമ്മളെ CPM-നെ സംബന്ധിച്ചോളം. അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ കേൾക്കുന്നൊരു കാര്യമാണ് ആനാവൂർ പക്ഷം അല്ലെങ്കിൽ കടകംപള്ളി പക്ഷം എന്നുള്ള കാര്യം. ആ നില ഇപ്പോഴും അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ആരെങ്കിലും കൂടെ നിൽക്കുക എന്നുള്ളതാണ് പക്ഷം. അതാണ് പക്ഷം. ഇപ്പോൾ ആനാവൂർ പക്ഷം അങ്ങനെയൊന്നുമില്ല. കൂടെ പ്രവർത്തിച്ചവരൊക്കെ പുറത്തു വന്ന് നിൽപ്പുണ്ട്, BJP-ന്നും കോൺഗ്രസ് നിന്നൊക്കെ ഉള്ള ആൾക്കാർ. അവരോടൊക്കെ എന്താ? അവരുടെ അടുത്തൊന്നും ഇപ്പോൾ ഒരു അഭിപ്രായം പറയാനായിട്ട് നിൽക്കുന്നില്ല. BJP നേതൃത്വം എന്നെ വിളിച്ചിരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വം എന്നെ വിളിച്ചിരുന്നു. അതെല്ലാം ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. എന്തായാലും ഇനി CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല.